ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റമദാനിലെ ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അന്നിടാൻ പറ്റിയില്ല, ഒന്നിനിടാൻ പറ്റിയില്ല, അത് മൂന്നിനാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഒന്നിൻ്റെ അന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഇടിയും മിന്നലും കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര മഴയായിരുന്നു. അന്ന് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നല്ല ക്ഷീണമായിരുന്നു. ഒന്നാമത്തെ നോമ്പന്നായിട്ടാണ് തോന്നുന്നത്, നല്ല ക്ഷീണമായിരുന്നു അന്ന്. അന്നാണ് വെച്ചാൽ മിയ ഷാനു മക്കളൊക്കെ നോമ്പ് വരിട്ടുണ്ടായിരുന്നു. ഷാനു ഓൾറെഡി നോക്കുന്നതാണ്, മിയ ഇടയ്ക്ക് നോക്കലുള്ളൂ. പക്ഷെ അന്നോട് ഫസ്റ്റ് നോമ്പായിട്ട് നോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയുക, എന്തെല്ലാം അന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ നമ്മളന്ന് ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടാണ് ചൂടാറുന്നത് ഒന്ന് കുഴക്കണമെങ്കിൽ. അപ്പം കുറച്ച് കേടുന്ന പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിലേക്ക് വൃത്തിയാക്കിയിട്ടിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ബാക്കി പണിയെടുക്കുന്നത്. ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ ഉന്നക്കായിൽ ഇടുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ സാധാ നമുക്കൊരു പലഹാരം കഴിക്കണം നോമ്പ് തുറക്കുമ്പോൾ. കാരണം നോമ്പ് തുറന്ന് അപ്പം തന്നെ ചായ കുടിക്കില്ല, ഞങ്ങൾ ജ്യൂസും വെള്ളവും പിന്നെ അതേപോലെ തരി കാച്ചുമ്പോൾ തരി ഉണ്ടെങ്കിൽ തരിയും ഈ പൊരിച്ചും കൂടി കാച്ചിട്ട് പിന്നെ ഒരു 10 മണിയൊക്കെ ആവും ഞങ്ങൾ ചായ കുടിക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ അത് എന്തെങ്കിലും ഒരു പൊരിക്കടി ഉണ്ടാക്കും ഞാൻ. പിന്നെ അതുപോലെ നമ്മുടെ മിൻറ്റ് ലൈം അടിക്കുകയാണ്. ഒരു ക്ഷീണം മാറാൻ നമുക്ക് ലൂസായിട്ടുള്ള ജ്യൂസാണല്ലോ നല്ലത്. അപ്പോൾ ഈ ലൂസായിട്ടുള്ള ജ്യൂസാണ് ഞാൻ അധികം ഉണ്ടാക്കുക. അപ്പം അന്ന് മിൻറ്റ് ലൈം അടിച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പുതിനയും അതേപോലെ ഐസും പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടെ ഇട്ടിട്ടാണ് അടിക്കുക. ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഈ ഒരു ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ ചെറുനാരങ്ങ നീര് ഞാൻ അടിച്ച് കൊടുത്തിട്ട് ലാസ്റ്റാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇതൊക്കെ സ്പീഡ് കൂട്ടി വെച്ചാൽ എന്താ വെച്ചാൽ ഇത് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുള്ള വീഡിയോ ആയിരുന്നു. ചെറുതാക്കി ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആക്കി എടുത്തതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഈ ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക ചെയ്തത് കേട്ടോ. ഇത് കഴിച്ചാൽ നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. നല്ലൊരു ക്ഷീണത്തിനൊക്കെ ഒരു മാറ്റം കിട്ടും. ഞാനത് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലോണം ചൂടാറിട്ടോ നമ്മൾ പത്തിരിപ്പൊടി. അപ്പം പൊടി ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിട്ടോ അത് കുഴച്ചെടുക്കണത്. അപ്പം എന്താ പറയുക, ഒരു കൂട്ടിപ്പിടുത്തം വേഗം കിട്ടൂല. നേരിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്, എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഞാനതായാലും എൻ്റെ സമയം പോയി, കുറച്ച് നേരം വീങ്ങിപ്പോയി. ജ്യൂസ് അടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ലേശം ചൂടാറി. അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടാണ് കുഴക്കുന്നത്. അത്യാവശ്യം വലിയ പാത്രമാണല്ലോ, അപ്പോൾ കുഴക്കാൻ എളുപ്പമാണ് അതിൽ. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നിലേക്കൊന്നും മാറ്റാത്ത, അതിൽ തന്നെ വെച്ചുകൊണ്ട് എടുത്തു. അതാകുമ്പോൾ പിന്നെ വേറൊരു പാത്രം മെനക്കടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പത്തിരിപ്പൊടി കുഴച്ച് പരത്തി കൊടുത്താൽ എൻ്റെ മിയ നന്നായിട്ട് ചൂടും കേട്ടോ. മിയ പത്തിരി ചൂടാൻ ഞാൻ എന്താ പറയുക, നമുക്ക് ഇഷ്ടമാണ് അടുക്കളയിൽ അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ. വേറെ പണിയൊന്നും എടുക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഈ പത്തിരി ചൂടുന്ന പണി, അടുക്കളയിൽ എന്തുണ്ടാക്കുന്ന പണിയൊക്കെ ഭയങ്കര ഇഷ്ടം. പത്തിരിപ്പൊടി നല്ല പൊടിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക എന്താ പറയുക, അധികം ഒട്ടാത്തൊരു ടൈപ്പ് പൊടിയാണ്, നല്ല പൊടിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെയും ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അല്ലാതെ നടക്കില്ലല്ലോ അടുക്കളയ്ക്ക്. ഈ നേരത്തെ അടുക്കളയ്ക്ക് വരുന്ന ദിവസം തീരെ പണി കഴിയൂല. അപ്പോൾ നേരം വൈകിയാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങൽ. അന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ നോമ്പല്ലേ, ഒരു സമയം ഏകദേശം ഇത് കിട്ടുമല്ലോ. അതിനെക്കൊണ്ട് അന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. പിന്നെ ഞാൻ ഒരു 3:30 ആയിട്ട് ഇറങ്ങൽ. കാരണം നേരത്തെ ഇറങ്ങിയാലും കണക്കാ, നേരം വൈകി ഇറങ്ങിയാലൊക്കെ സമയം കണക്കാം. അപ്പോൾ ഞാൻ നേരം വൈകിട്ട് ഇറങ്ങലുള്ളൂ. നമ്മൾ നിസ്കാരം കുറച്ച് ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. കാരണം അല്ല ഞാൻ എന്താ പറയുക, പിന്നെ അടുക്കളയിൽ നിന്ന് കയറാൻ കഴിയൂല. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ആൾ എണീറ്റ് വന്നാൽ പറയും വേണ്ട. ഇത് വട്ട് മുറിച്ചിട്ടിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇറച്ചിൻ്റെ കറീൻ്റെ പണികൾ നോക്കുന്നത്. ഓളതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഞാൻ പരത്തി തരാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓള് പരത്തിയ പത്തിരി വലിപ്പം വെക്കൂല. അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ മാറി ചെയ്യുക ചെയ്ത്. ഈ പണിക്കോളെ കൂട്ടി ശരിയാവില്ല. ചെറിയ ചെറിയ പത്തിരിയാണ് ഓൾ ഉണ്ടാക്കുക. കാരണം ഓള് അമർത്തി അത്ര അമരുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്തിരി മാത്രമല്ല ഉണ്ടാക്കുക. ഞാൻ പിന്നെ ഓട്ടട, പൂള, ദോശ. പൂള ഉണ്ടാക്കില്ലേ, ദോശയും വെള്ളപ്പവും ഓട്ടടയൊക്കെ ഞാൻ ആക്കലുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പത്തിരി മതിയാവണ വരെ പത്തിരി തന്നെ ആക്കാമെന്ന് വെച്ചിട്ടാണ് 2 ദിവസം 3 ദിവസം പത്തിരി, 2 ദിവസം പത്തിരിയാക്കി, 3-ാമത്തെ ദിവസം ഒന്നും പത്തിരിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പത്തിരി ആയി കഴിഞ്ഞാൽ ബാക്കിയായാലും മീയും ചെറുതൊക്കെ നോമ്പ് നോക്കാത്ത ചെറുത് നോമ്പ് വെക്കില്ല, മീൻ നോമ്പ് വെക്കാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് തിന്നാം. പിന്നെ ബാക്കിയാണ് പത്തിരി നമ്മൾ പൊടി വാട്ടിനൊക്കെ ഇട്ടാൽ വീണ്ടും അത് പത്തിരിയിൽ കൂട്ടി വെച്ചിട്ട് പത്തിരി തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഓട്ടട എന്നൊക്കെ ആണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ
പത്തരേൻ്റെ ഇടയ്ക്ക് മീനോട് ഞാൻ പറഞ്ഞു അത് നമ്മുടെ പത്തിരീൻ്റെ തവ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓള് ചുട്ടോളും. എനിക്ക് ഈ പത്തിരിപ്പണിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ ഈ പരത്തൽ. കുറേ പരത്തി കഴിയുമ്പോൾ പിന്നെ എനിക്ക് മതിയായി തുടങ്ങും. എന്താ ചെയ്യുക, പരത്തി ഇത് ഇതാക്കലാണ് ഏറ്റവും പണി എനിക്ക് തോന്നൽ. വാട്ടലും കുഴക്കലും ചുടലൊന്നുമല്ല പണി. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുണ്ടാക്കിയാലും മതിയാവില്ലല്ലോ, നോമ്പ് തുറക്കുമ്പോഴത്തേനും കുറച്ച് തോനെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏകദേശം ഐഡിയയും കിട്ടൂല എങ്ങനെ എത്ര കഴിക്കും എത്ര വേണ്ടിയെന്നുള്ള. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ പരത്തി വെച്ചാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പഴം ഞാനൊന്ന് ഊറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതും ചൂടാറിയിട്ട് ഇതാക്കാൻ പറ്റും. നല്ലോണം ചൂടാറിയാറ്റ് ആ കല്ലപ്പം മാതിരി ഉണ്ടാവും. അപ്പോൾ അതിന് മീൻകുട്ടി അവിടെ പത്തിരി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ കയറി ഇരുന്നൊക്കെ ചൂടണം. അതിന് വെയ്യ നോമ്പ് ഒറ്റ കുഴങ്ങണത്. നോമ്പ് ഒറ്റ കുഴങ്ങിയാൽ 37 ഉറങ്ങൊന്നുമില്ല, അങ്ങനെ നടക്കുക ചെയ്യുക. അപ്പോൾ അവിടെ ഇരുന്ന് പത്തിരി ചൂടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ ഇറച്ചീൻ്റെ കറിയിലേക്കുള്ള ഇറച്ചി മുറിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങേ പുറത്ത് മറ്റാൾ എന്തെങ്കിലും പണിയാക്കി വെച്ചിട്ടുണ്ടാവും ചെറുത്. അങ്ങനെയൊക്കെയാണ് പണി നേരം വെക്കുക. ഓള് അതിൻ്റെ ഇടയിൽ കൂടെ പല പണികൾ കൊടുക്കും. ഒരു 2 പലക ഉണ്ട്. ആ പലക കൊണ്ടിട്ടിട്ട് എല്ലായിടത്തും കയറി മറിഞ്ഞ് കളിക്കും. പേടിയാണ്. ഓളൊരാൾ ശ്രദ്ധിക്കാൻ തന്നെ നിൽക്കണം. അങ്ങനെ ഇറച്ചിയിൽ അധികം ഒഴിവാക്കാനൊന്നുമില്ല. മുഴുവൻ തന്നെ നല്ല ഇറച്ചിയായിരുന്നു അതൊക്കെ മുറിച്ച്. അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്ന വേസ്റ്റൊക്കെ ഞാൻ ഒന്നുകിൽ കോഴികൾക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തൈകളെ മറ്റിട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ. തൈകൾക്കാകുമ്പോൾ നല്ല വളമായിട്ട് മാറുള്ളത്. ഈ നോമ്പിനൊക്കെ പച്ചക്കറീൻ്റെ കറിയൊന്നും പത്തിരിക്ക് കൂട്ടാൻ കഴിയില്ല കേട്ടോ. എനിക്കൊന്നും കഴിയില്ല. എനിക്ക് കൈക്ക് ഇറച്ചിയിലൊരു വെള്ളമായാലും മതി. ഇറച്ചിക്കറിയോ കോഴിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ രസമാണ് പത്തിരിക്ക്, നോമ്പിന് പ്രത്യേകിച്ചും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അത്താഴത്തിനും ഈ ഒരു കറി ഉണ്ടെങ്കിൽ, ചോറാണെങ്കിൽ അത്താഴത്തിന് ഞങ്ങൾ ഈ കറി തന്നെയാണ് കൂട്ടൽ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ അത്താഴത്തിന് കഞ്ഞിയാണ് കുടിക്കൽ കേട്ടോ. കഞ്ഞിയും ഉപ്പേരിയും മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചോ അങ്ങനെ എന്തെങ്കിലും ആക്കലാണ്. കാരണം പിന്നെ നല്ല ക്ഷീണത്തിന് നല്ല കുറവുണ്ട്. നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ കുറിയരി കഞ്ഞിയാണ് കൂട്ടുക. അങ്ങനെ ഇത് കരണ്ടടുപ്പ് വെക്കുന്ന കുക്കറാണ് കേട്ടോ. ആ കുക്കറാണ് കറി വെക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ മഴ പെയ്ത ദിവസം പുറത്ത് ഭയങ്കര പണിയായിരുന്നു. ആ മുന്നിലുള്ള ആ ചെടികളൊക്കെ ഹെലിക്കോറിനെ ഫുള്ള് വെട്ടേണ്ടി വന്നു. കാരണം നന്നായിട്ട് ഇങ്ങോട്ട് തൂങ്ങി പിടിച്ച് നന്നായിട്ട് നാശമായിട്ടുണ്ടായിരുന്നത്. അതിന് ആ ദിവസം ആ പിറ്റേ ദിവസം രാവിലെ ആ പണിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും നോമ്പിന് ഉണ്ടാക്കില്ല കേട്ടോ. ഈ ഇറച്ചിക്കറിയും പത്തിരിയും അതേപോലെ പിന്നെ ജ്യൂസ് എന്തെങ്കിലും ഒന്നുണ്ടാവും, എന്തെങ്കിലും പൊരിച്ച കടി ഉണ്ടാക്കും. തരി ഹസ്ബൻഡ് മാത്രമേ കുടിക്കുള്ളൂ. അതുകൊണ്ട് മൂപ്പർക്ക് മാത്രം 1-1.5 ഗ്ലാസ്സൊക്കെ തരിയും കാച്ചും. പിന്നെ വത്തക്ക ഉണ്ടാവും. ഇത്ര ഞങ്ങളുടെ നോമ്പർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ തരി കാച്ചാൻ ഞാൻ ഈ പശുവും പാൽ തന്നെയാണ് ഉപയോഗിക്കൽ. ആദ്യമൊക്കെ തേങ്ങാപ്പാലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന സമയത്ത്. തേങ്ങാപ്പാൽ, വറുത്തരച്ച കറി. അന്ന് പിന്നെ ആളുണ്ടാവും, നമുക്ക് സാധനം ഉണ്ടാക്കുന്നതിനൊരിതാണല്ലോ. ഇതിപ്പോൾ കഴിക്കാനും ആരുമില്ല, തരിയൊന്നും ആർക്കും വേണ്ട. ഇവിടെ തരിയൊക്കെ കാച്ചുമ്പോൾ ആദ്യമൊക്കെ ഇവിടെ എന്താ പറയുക, നമ്മുടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരില്ലേ, സ്ഥിരമായിട്ട് തരി കുടിക്കാൻ വരുന്നവരുണ്ടായിരുന്നു കേട്ടോ. തരി ചോദിച്ചിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വരെ ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ വരെയൊക്കെ ആൾക്കാർക്ക് തരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരും ഇങ്ങനെ വരുന്നൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ തരി ഉണ്ടാക്കൽ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് കഴിച്ചൊരുങ്ങി. ഞാൻ കുടിക്കില്ല. ഞാൻ എപ്പോഴെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ 1 ഗ്ലാസ് കുടിക്കും. മക്കളാരും കുടിക്കില്ല, അവർക്കാർക്കും ഇഷ്ടമില്ല, അത് തരി ഇഷ്ടമില്ല. അപ്പോൾ കണക്കാക്കി ഉണ്ടാക്കുകയുള്ളൂ, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കുടിക്കാറൊന്നും സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്പക്കപ്പളുണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരുപാട് നെയ്യും കാര്യങ്ങളൊന്നും വറവിടില്ല. ഞാൻ 1 സ്പൂൺ നല്ല നെയ്യിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അണ്ടി മുന്തിരിയൊന്നും ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. ഞാൻ അല്ലെങ്കിൽ ഏലക്കായും അതേപോലെ സേമിയ 2-3 സ്പൂൺ റവ അത് അതിലോട്ട് കലക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് അങ്ങനെ ഇതാക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉപ്പ് ഇടും. വേണമെങ്കിൽ മുന്തിരിയും അണ്ടിയൊക്കെ നമുക്ക് വറുത്തിട്ടിടാം. പക്ഷേ ഞാൻ ഇടലില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ട് നോമ്പുറിക്കിടുന്നൊക്കെ ചോദിച്ച് വരികയാണ് കേട്ടോ. അത് 4:30 4:45 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ. അന്നേരം അവളെ ഞാൻ പിന്നെ അത് പോയി മേലേക്ക് നോക്ക്, കുളിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാട്ടോ. ഏതായാലും നോമ്പൂടെ മുഴുവനാക്കിയിട്ടുണ്ട്. അത്ര ക്ഷീണമായിരുന്നു നോമ്പ് ഒന്നിൻ്റെ അന്ന്. അപ്പം ഏതായാലും അന്നത്തെ നോമ്പ് എന്തായാലും മുഴുവനായിട്ട് അൽഹംദുലില്ലാ സന്തോഷത്തോടെ സുഖമായിട്ട് മുഴുവനാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റാട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിങ്ങനെ ഇറക്കി കൊടുത്താൽ വേഗം തന്നെ വേവുന്ന സാധനമാണല്ലോ റവ. പിന്നെ കട്ടിയായിട്ട് വരും ചെയ്യും.
അങ്ങനെ അപ്പോൾ തന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ പഴം കേട്ടോ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ഒരു കറുത്ത അടയാളമൊക്കെ ഉണ്ട്, ഇതിനൊക്കെ നുള്ളി കളഞ്ഞിട്ട് മാറ്റുകയാണ്. പിന്നെ ആ പഴമൊക്കെ എന്താ പറയുക, നമ്മൾ നല്ലോണം നേരം വൈകി കഴിഞ്ഞാൽ അത് കുഴച്ച് ഉണ്ടാക്കാൻ കഴിയുമല്ലോ, കല്ലായിട്ട് ഇങ്ങനെ വെക്കും. കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. ആ പഴത്തിൻ്റെ കറുപ്പ് നിറം എന്താ വെച്ചാൽ അത്താഴത്തിന് പുഴുങ്ങിയ പഴം ഞാനവിടെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്ത് കേട്ടോ. കാരണം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്, ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ്. ആ തോലിമ്പത്തെ കളറാണ് ആ ഒരു കറുപ്പ് കളറായിട്ട് വന്നത് അവിടെ. അങ്ങനെ പഴം പുഴുങ്ങിയ പാത്രത്തിനാണ് കുഴച്ചെടുക്കുന്നതും. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, കുറേ സമയം എടുത്താട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ സ്പീഡ് കൂട്ടിച്ചപ്പോൾ എത്ര പെട്ടെന്നാണിത് കഴിഞ്ഞത് പണി. സ്പീഡ് കൂട്ടിയിട്ട് വെച്ചത് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോ. അങ്ങനെ പഴമൊക്കെ സംഭവമൊക്കെ ഫുള്ള് ഞാൻ ഏറെക്കുറെ കഴിയുന്ന രീതിയിലൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മൂടി വെച്ച് അതിനകത്ത് പോയി നിസ്കാരം കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്ക് ഇതാ ചെറിയ ആളവിടെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ പഴം തേങ്ങ പഞ്ചസാര ഏലക്കായും കൂടെ മാത്രമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുന്നത്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കസ്കസ് പിന്നെ അണ്ടി മുന്തിരി ഒക്കെ വെക്കലുണ്ട്. പക്ഷെ ഞാനെന്തായാലും അന്ന് വെക്കണില്ല. എങ്ങനെയൊരു പണി കഴിഞ്ഞാൽ അകത്ത് പോയാൽ മതി എന്ന ചിന്തയായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അതിലിടാഞ്ഞത്. വേഗം തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് സെറ്റാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ കൈമ തേക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒട്ടാതാക്കാൻ. അതെടുത്തിട്ട് പിന്നെ ഓട് കാൽമ തേക്കുന്നുണ്ട്, മേലേക്കുണ്ട്, മുഖത്തേക്കുണ്ട്, തലത്തേക്കുണ്ട്, പല പണി എടുക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ഓലെ ഏൽപ്പിക്കാൻ വരില്ല, രണ്ടാളും ക്ഷീണം പിടിച്ചിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ ഓലെ ഏൽപ്പിക്കുക, നിങ്ങൾ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുക്കണമല്ലോ. അങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് ഇറക്കിയിട്ടിട്ട് ഇറങ്ങണമില്ല ആൾ. ഏതായാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം ആ പണി വേഗം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എനിക്ക്. കാരണം ഓളയില്ല കണ്ടോ തൊടുന്നുണ്ടോ, നല്ലോണം തൊട്ട് ശരിയാക്കുന്നുണ്ട്. പിന്നെ റെസിപ്പി ആർക്കും വേണ്ടിയിട്ടില്ലല്ലോ അല്ലേ, കാരണം ഉന്നക്കായൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് റെസിപ്പി അല്ലേനും. ആ ഷേപ്പും തേങ്ങയും അതേപോലെ പഞ്ചസാരയിലിട്ട് തന്നെ ഉള്ളൂ. എങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പെർഫെക്റ്റുള്ള റെസിപ്പി ഞാൻ നോമ്പിന് മുന്നിൽ തന്നെ ഇടുന്നുണ്ട്. ഞാൻ ഈ പൊരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓയിലാണ് പൊരിക്കുക. ഇങ്ങനത്തെ ഈ ഉന്നക്കായ ഈ സമൂസ അതൊക്കെ. കാരണം എന്താ വെച്ചാൽ എനിക്കിത് വെളിച്ചെണ്ണ പൊരിക്കുമ്പോൾ വേഗം ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ പൊരിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല ഇറച്ചിയായിരുന്നു, നല്ല കറിയായിരുന്നു. എനിക്കിന്നും നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ നല്ല ക്ഷീണം പിടിച്ചിരിക്കുന്നത്. വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടത്. ഇത് നമ്മുടെ പത്തിരിയും ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, കരിയും റെഡി ആയിട്ടുണ്ട്, ജ്യൂസ് റെഡിയായി, പത്തിരി റെഡിയായി, കറി റെഡിയായി, അങ്ങനത്തെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പൊരിക്കണതും റെഡിയായി. ഇനിയിപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി അത്താഴത്തിലേക്കുള്ള കഞ്ഞി രാത്രി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ബാക്ക് പെയിനായിട്ട് ഒരു ഡോക്ടറെ ഒരു വൈദ്യരെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓല് പറഞ്ഞു അവർക്ക് പത്തിരി അവരങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ പിന്നെ എന്നൊക്കെ പത്തിരി ഇഷ്ടമാണ്, ചിക്കൻ കറിയും ഒക്കെ പത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് പത്തിരിയും അതേപോലെ ചിക്കൻ കടായി വെച്ച് കൊടുത്തൊക്കെ ചെയ്തു. നല്ല ഇഷ്ടമായിട്ടോ അന്ന്. എന്താ പറയുക, അപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് അധികം ഇറച്ചിയും കറിയും അതേപോലെ പത്തിരിയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഹിന്ദുസിൽപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ നൈസ് പത്തിരിയും ഇതൊന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓരെന്നെ പറഞ്ഞാണ് കേട്ടോ. പക്ഷെ ആരും അങ്ങനെയാണോന്നും അറിയില്ല, ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഓല് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ശരിയാവില്ല, ഞങ്ങൾ ബീഫ് കറി ഒന്ന് വെച്ചാൽ ചിക്കൻ കറി ഒന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാത്ത രസം ഉണ്ടാവില്ല എന്നൊക്കെ ഇവർ പറയണത് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് പിന്നെ നമ്മുടെ ഹിന്ദുസ് വെക്കുന്ന സാമ്പാർ നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. സാമ്പാർ അവിയലൊക്കെ ഇവിടെ ഓണത്തിനൊക്കെ കൊണ്ടു തരലുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ അതേപോലെ വേറൊരാളുടെ വീട്ടിൽ നിന്നൊക്കെ പായസവും അതേപോലെ സാമ്പാർ അവിയലൊക്കെ കൊണ്ടു തരലുണ്ട്. നമ്മളതേപോലെ അങ്ങോട്ട് കൊടുക്കും, പായസം ഇതൊക്കെ നമ്മളും കൊടുക്കലുണ്ട് കേട്ടോ. ഒരു രസമാണല്ലോ അതൊക്കെ. ഇതാണ് നമ്മുടെ ഉന്നക്കായ്. കുഴപ്പമൊന്നുമില്ല, കാഴ്ചക്കും കുഴപ്പമില്ല, തിന്നാനും കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. ചിലർ കഴിക്കില്ല കേട്ടോ, മുസ്ലിംസിൻ്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല. അതേപോലെ മുസ്ലിംസ് ചിലർ ഹിന്ദുസിൻ്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല. നമുക്ക് പിന്നെ അങ്ങനത്തെ കണക്കൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ, മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെ എന്ന് പറയണ പോലെയാണ്. എനിക്കൊരു ഹസ്ബൻഡും ആർക്കും ഇല്ല അങ്ങനത്തെ കണക്കൊന്നും. എൻ്റെ വീട്ടിലും ആർക്കും അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഇവിടെയൊക്കെ എല്ലാവരും കഴിക്കും. ഇവിടെ
ഇവിടുത്തെ വീട്ടിലായാലും ഹിന്ദുസിൻ്റെ വീട്ടിലത്തെ ഫുഡ് എല്ലാവരും കഴിക്കും. ഞാൻ സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ഹിന്ദുസായിരുന്നു, ഒരു തീയന്മാരായിരുന്നു. ഓരോ വീട്ടിലേക്കൊക്കെ ഞാൻ പോകലുണ്ടായിരുന്നു കേട്ടോ, ഓണത്തിനും വിഷുവിനൊക്കെ. ഇനിയിപ്പോൾ അഥവാ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പായസമൊക്കെ വീട്ടിൽ കൊണ്ടുതരലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു കാലമായിരുന്നു കേട്ടോ അന്നൊക്കെ. നമുക്ക് ആർക്കും ഇല്ല അങ്ങനത്തെ പിന്നെ ഹിന്ദു മുസ്ലിം അങ്ങനത്തെ കണക്കൊന്നും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് പലരും തമ്മിൽ തെറി വിളിക്കുന്നതൊക്കെ. പിന്നെ അങ്ങനെയൊക്കെ തെറി വിളിക്കേണ്ട ആവശ്യം, എല്ലാവരും ഒരേപോലെ തന്നെ അല്ലേ. പിന്നെ അതന്ന് രാത്രി പെയ്ത മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ രസം തോന്നിയെടുത്താ കേട്ടോ. പക്ഷേ ഈ ഒരു അവസ്ഥ ഒന്നും ആയിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെവി റെയിനായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല മഴ എന്നൊക്കെ വെച്ച് അങ്ങനെ എടുത്തു. പിന്നെ മഴേൻ്റെ സ്ട്രോങ് കൂടി, എല്ലാവരും പേടിച്ച് അത് തന്നെയായിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.